ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്കൻഡ് സെമസ്റ്റർ BBAയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ഇതാണ്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പ്രൊപ്രൈറ്ററി കൺസേൺ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ BComകാർക്ക് ഈ ഒരു ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പ്രൊപ്രൈറ്ററി കൺസേൺസിൻ്റെ കുറച്ചൊരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ BBAക്കാർക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണെന്ന് നോക്കാം. ഫൈനൽ അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് എ ഫൈനൽ സ്റ്റേജ് ടു ദ ഗിവൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഫൈനൽ സ്റ്റേജിൽ, അതായത് അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം, ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനിലെ ധനസ്ഥിതി അതറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫൈനൽ അക്കൗണ്ട്. ഈ ഫൈനൽ അക്കൗണ്ട്സിൽ മെയിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്, 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ മാനുഫാക്ചറിങ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെയാണ് വരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ ട്രേഡ് റിസൾട്ട് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ട്രേഡ് റിസൾട്ടിലെ, അതായത് വ്യാപാരം, ഇത് ട്രേഡിംഗ് കമ്പനീസിൽ വരുന്ന ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡ് ബിസിനസ്, അതായത് നമ്മുടെ വ്യാപാരത്തിൽ, നമ്മുടെ ബിസിനസ് വ്യാപാരത്തിൽ നമുക്ക് എന്ത് റിസൾട്ടാണോ കിട്ടിയത്, അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ആ പ്രോഫിറ്റ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അഥവാ ഗ്രോസ് ലോസ് എന്നാണ് പറയുക. അപ്പോൾ ഒരു കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അതും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്, നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ മാനുഫാക്ചറിങ് അക്കൗണ്ടാണ്. ഇത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. മാനുഫാക്ചറിങ് അക്കൗണ്ട് ആർ ദോസ് അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ മാനുഫാക്ചറിങ് കൺസേൺ ടു അസർട്ടൈൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇല്ലേ, അതായത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്രത്തോളം ചിലവ് വരും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ, ഒരു പ്രത്യേക തീയതിയിൽ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം ഒരു ബിസിനസ്സിന് എത്രത്തോളം അസറ്റ് ഉണ്ട്, എത്രത്തോളം ആസ്തികളുണ്ട്, എത്രത്തോളം ലയബിലിറ്റീസ്, എത്രത്തോളം ബാധ്യതകളുണ്ട്, അതൊക്കെ കാണിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. അതുകൂടാതെ ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, അതായത് ധനസ്ഥിതി അറിയാനും നമുക്ക് ബാലൻസ് ഷീറ്റ് വരച്ചാൽ മതി. പിന്നെ അടുത്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് എക്സ്പെൻസ് ആണ്. അതായത് അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനമായിട്ടും നമ്മൾ കൊടുക്കാത്ത ചിലവുകളെയാണ് ഔട്ട്സ്റ്റാൻഡിങ്. കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. ഇപ്പോൾ റെൻറ്റ്, വാടക അടയ്ക്കാനുണ്ട്, ഇതുവരെയായിട്ട് അടച്ചിട്ടില്ല, അല്ലെങ്കിൽ സാലറി കൊടുക്കാനുണ്ട്, ഇതുവരെയായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ അതിനെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അഥവാ അക്കൗണ്ട്സ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ഡ്യൂ എന്ന് നമുക്ക് പറയാം. അടുത്ത പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്, മുൻകൂട്ടി അടയ്ക്കുക. മറ്റേത് ഇതുവരെ അടച്ചിട്ടില്ലെങ്കിൽ പ്രീപെയ്ഡ് പറഞ്ഞാൽ മുൻകൂട്ടി അടയ്ക്കുക. അത് അടുത്ത വർഷം അടയ്ക്കേണ്ട എമൗണ്ട് നമ്മൾ ഈ വർഷം മുൻകൂട്ടി നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുക. ഇനി അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാലോ, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം നമ്മൾ ഏൺ ചെയ്തു, അതായത് ഇൻകം നമുക്ക് ഓൾറെഡി കിട്ടി, പക്ഷേ കയ്യിലോട്ട് എമൗണ്ട് ആയിട്ട് കിട്ടിയിട്ടില്ല, മനസ്സിലായോ? അങ്ങനെ ഇൻകം ഏൺ ചെയ്യുകയും നമുക്ക് റിസീവ് ചെയ്യാത്തതായിട്ടുള്ള എമൗണ്ടിനെയാണ് അക്രൂഡ് ഇൻകം എന്ന് പറയുക. അതായത് ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനം എന്നാണ് അർത്ഥം. അതായത് ഫിക്സഡ് അസറ്റ് ഇല്ലേ, അതായത് ഫിക്സഡ് ആയിട്ട് നമ്മൾ വാങ്ങും, ഒരു വട്ടം വാങ്ങി ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന അസറ്റാണ് ഫിക്സഡ് അസറ്റ്. അതായത് ലാൻഡ്, ബിൽഡിങ്, മെഷീനറി. ഈ അസറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് ഉപയോഗിക്കും തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അതിന് ഡിപ്രീസിയേഷൻ എന്നാണ് പറയുക. അടുത്ത പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ വ്യക്തികൾ കൂടിച്ചേർന്ന് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നു. അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അസോസിയേഷൻ ഓഫ് 2 or more പേഴ്സൺ, 2 അതിലധികമോ വ്യക്തികൾ കൂടിച്ചേർന്ന് അസോസിയേറ്റ് ചെയ്യുന്നു. എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും, ആ എഗ്രിമെൻറ്റിന് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നാണ് പറയുക. പിന്നെ ലോഫുള്ളാണ്, നിയമപരമാണ്. പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഇതൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കണ്ടീഷൻസും റൂൾസൊക്കെ എഴുതി വയ്ക്കുന്ന ഒരു റിട്ടൺ എഗ്രിമെൻറ്റ്, എഴുതി തയ്യാറാക്കിയ ഒരു ഉടമ്പടിയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതിൻ്റെ കണ്ടൻറ്റ് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതി വയ്ക്കുക? ഒന്ന്, ഫേമിൻ്റെ പേര്, അതുപോലെ പാർട്ട്ണർഷിപ്പിൻ്റെ നേച്ചർ, ഏത് സ്വഭാവത്തിലുള്ള പാർട്ട്ണർഷിപ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ പാർട്ട്ണർഷിപ്പിൻ്റെ കാലാവധി, ഡ്യൂറേഷൻ, അതുപോലെ ഓരോ പാർട്ട്ണർക്കും കൊണ്ടുവന്നിട്ടുള്ള മൂലധനം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഓരോ പാർട്ട്ണർക്ക് കൊടുക്കേണ്ട ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത്, അതുപോലെ തന്നെ ഓരോ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട സാലറി,
അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുക, അടച്ചു പൂട്ടുക, അതിൻ്റെ പ്രൊസീജിയർ, ഗുഡ് വിൽ എങ്ങനെ വാല്യൂ ചെയ്യാം, ഇതാണ് നമുക്കതിൽ വരുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈ പാർട്ട്ണർഷിപ്പുകാർ പ്രിപ്പയർ ചെയ്തൊരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ കിട്ടുന്ന പ്രോഫിറ്റാണ് ഓരോ പാർട്ട്ണർ വീതിച്ചു കൊടുക്കുക. ഇനി ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് വിൽ ഇസ് എ ഗുഡ് നെയിം ഓർ റെപ്യൂട്ടേഷൻ ക്രിയേറ്റഡ് ബൈ ദ കമ്പനിയാണ്. അതായത് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ സൽപ്പേരാണ്, നമ്മുടെ കമ്പനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള റെപ്യൂട്ടേഷനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുക. ഇനി ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ചാൽ ഒരു 4 ഫാക്ടറാണ്: ആവറേജ് പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ്, ആനുവിറ്റി, ക്യാപിറ്റലൈസേഷൻ. ഈ മെത്തേഡ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ തിയറീസ് ഒക്കെ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാം കേട്ടോ. നമുക്കപ്പോൾ അടുത്ത മൊഡ്യൂൾ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്